മലേഷ്യ വാസുദേവൻ എന്നൊരു സിംഗറുണ്ടായിരുന്നു, പാട്ടുകാരൻ. അദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നു, ബഹുമുഖ പ്രതിഭ. തമിഴിലെ ഒരു കാലത്തെ വളരെ ഇളയരാജ സാറിൻ്റെ ഒത്തിരി മ്യൂസിക്സിന് ഇദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ ഒരു ശൈലിയും ഭംഗിയും വളരെ ഗൃഹാതിരത്വമാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ നമ്മൾ ചെറിയ പ്രായത്തിലും മറ്റുമൊക്കെ കേട്ടിട്ടുള്ളവർ, അല്ലെ ആ കാലഘട്ടങ്ങളിൽ 80കളിലും ഒക്കെ കേട്ടിട്ടുള്ളവർക്ക് വളരെ നൊസ്റ്റാൾജിയാണ്, ഗൃഹാതിരത്വമാണ്. അപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സിംഗറായിരുന്നു മലേഷ്യ വാസുദേവൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി, അദ്ദേഹം ഒരുവനുക്ക് ടൈം നല്ലതായിട്ടാ എല്ലാം താനേ വന്നിരും. ഒരാളുടെ സമയം നന്നായാൽ പിന്നെ എല്ലാം പുറകിലിങ്ങ് വരും. അതിലൊരുപാട് വാസ്തവികതയുണ്ട്. ടൈം, നമ്മുടെ സമയം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം നമ്മുടെ ഈ പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ ശരിക്കും നമ്മുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. ഞാൻ പറയുന്നത് ഫിസിക്സ് തന്നെയാണ്. ഇനി ആര് എന്ത് നിന്ദിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ ഒരു രീതിയിൽ മറ്റൊരു രീതിയിലൊക്കെ നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മൂഡ്, നമ്മുടെ മനസ്സിന്. സമയം വളരെ ഇമ്പോർട്ടൻറ്റ്. പിന്നീട് ആര് അംഗീകരിച്ചാലില്ലെങ്കിലും നമ്മൾ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ഭക്ഷണം, അത് വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഫുഡ്, ഭക്ഷണം. കാരണം നമ്മുടെ ഉള്ളിലേക്ക് ഈ ഭക്ഷണം ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് പിന്നീട് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം വഴി നമ്മുടെ ബ്രെയിനിനെ വരെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരു സംശയം വേണ്ട. ഞാൻ പറയുന്ന സയൻസാണ്, ഫുഡ് സയൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് കഴിക്കുന്നു, എത്തരം ഭക്ഷണമാണ് നാം കഴിക്കുന്നത്, അത് സാത്വികം, രാജസികം, താമസികം, അത് തിരഞ്ഞെടുക്കുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഭക്ഷണം. അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഇടപഴകുന്ന വ്യക്തികൾ. നിങ്ങൾ ആരുമായിട്ട് ഇടപഴകുന്നു, അവരുടെ സ്വഭാവ വൈകല്യങ്ങൾ അല്ലെങ്കിൽ നല്ല സ്വഭാവം, അപ്പോൾ അവരുടെ ആ തോട്ട്, ആ എനർജി, ആ വൈബ്രേഷൻ നമ്മെ ബാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യമാണ്, നിങ്ങൾ നിത്യേന അല്ലെങ്കിൽ മിക്കപ്പോഴും വീക്കെൻഡ്സ് ആണെങ്കിൽ പോലും ദുശ്ശീലങ്ങളും മറ്റ് നിഷേധ ചിന്തകളൊക്കെ ഉള്ളവരുമായിട്ട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ അത് നിഷേധമായി സ്വാധീനിക്കും. നല്ലതാണെങ്കിൽ നല്ലത്, ഡിപ്പെൻസ്. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എത്തരം സൗഹൃദം, എത്തരം ബന്ധങ്ങളാണ് എന്നുള്ളത് നിങ്ങളുടെ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട എലമെൻറ്റ്സ്, ഘടകങ്ങളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഫുഡ്, ഭക്ഷണം. പിന്നെ നമ്മുടെ നിയന്ത്രണത്തിനും അതീതമായിട്ടുള്ള ഈ പ്ലാനറ്ററി പൊസിഷൻസ്, നമ്മളെ അതിൻ്റെ വൈബ്രേഷൻസ് നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ കൂട്ടുകെട്ട് വളരെ വളരെ പ്രധാനം. അപ്പോൾ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ
തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ ആര്, എന്ത്, ഏത്, എവിടെയുള്ളവർ, എങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് എസ്പെഷ്യലി ഇന്ന് യങ്സ്റ്റേഴ്സ്. അവർ ഓൺലൈൻ ഗെയിംസ് അല്ലെങ്കിൽ ചാറ്റിങ്, അപ്പം ഇന്ന് ഫ്രണ്ട് ടു ഫ്രണ്ട് റിക്വസ്റ്റ് ധാരാളം വരുന്നുണ്ടല്ലോ. ഇതൊക്കെ വളരെ സൂക്ഷിക്കണം. നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ ഓൺലൈൻ റിലേഷൻഷിപ്സ്, അവർ പറയുന്ന എന്താ ഏതാന്ന് നമുക്കറിയില്ല, അതിൻ്റെ വാസ്തവികത സൂക്ഷിക്കണം. അപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ മനസ്സിനെ അത് നല്ലതായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട് ഇപ്പോൾ കുട്ടികൾ കളിക്കാൻ പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ അവർ ആരുമായിട്ടൊക്കെ കളിക്കുന്നു, എത്തരം കൂട്ടുകെട്ടാണ്, എവിടെയുള്ള കുട്ടികളാണെന്നൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ.